ഇതെല്ലാം സർവ്വവേദാന്ത സാരാംശമാണ്. അതുകൊണ്ടാണ് കലിയുഗത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞതാണ്. വിഷ്ണു സഹസ്രനാമം ഒരു നോളം കേട്ടതാണ്. വിഷ്ണു പിതാവ് പറഞ്ഞ് കേൾക്കണമെന്ന് ഒരു ഭക്തൻ പറഞ്ഞ് കേൾക്കണമെന്ന് ആഗ്രഹിച്ചാണ് വിഷ്ണു സഹസ്രനാമം ഭഗവാൻ. ഇത് രണ്ടും നടക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യത്തിലാണ്. ബാക്കിയുള്ള നമ്മുടെ വേദാന്തത്തിൽ പറയുന്ന അല്ലെങ്കിൽ കൃഷിപ്രോക്തമായ ബാക്കിയുള്ള ഗീതങ്ങളെല്ലാം തന്നെ നമ്മുടെ കൃഷിപ്രോക്തങ്ങളാണ്. വ്യാസം ഗ്രഹിച്ചാലും ശരി, ബാക്കിയുള്ള ഗ്രഹിച്ചാലും ശരി. പക്ഷെ വ്യക്തമായിട്ട് ഭഗവാന്റെ സാന്നിധ്യത്തിന് കഴിഞ്ഞ രണ്ടെണ്ണമാണ്, രണ്ട് കണ്ണുകളാണ് കലിയുഗത്തിലുള്ളത്. ഒന്ന് വിഷ്ണുസഹസ്രനാമം, ഭഗവത്ഗീത. ഒരു പണ്ഡിത സദസ്സിലെ സഹസ്രനാമം പറഞ്ഞാൽ സഹസ്രനാമം പറയാം, സഹസ്രനാമം പറയും എന്ന് പറഞ്ഞാൽ വിഷ്ണുസഹസ്രനാമം പറയും. മറ്റേത് എടുത്തു പറയണം. മറ്റേ സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമാണെങ്കിലോ ഗണേശ സഹസ്രനാമാണെങ്കിലോ ആഞ്ജനേയ സഹസ്രനാമാണെങ്കിലോ ആ പേര് പറഞ്ഞ് പറയാൻ. സഹസ്രനാമം എന്ന് പറഞ്ഞാൽ അത് വിഷ്ണുസഹസ്രനാമം. അതാണ്. അത് പറഞ്ഞാൽ ലോകമാണ്, വിശ്വമാണ്. വിശ്വം വിഷക്കാരോ ഭൂതഭണ്ഡ്യ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് വിഷ്ണുസഹസ്രനാമത്തിന്റെ. അതിനെ പറയാത്തേക്ക് ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തിന്റെ അഖിലാണ്ടോടി ബ്രഹ്മാണ്ട നായകന്റെ 1000 നാമങ്ങളെ ഒതുക്കാൻ പറ്റില്ല. പക്ഷെ 1000 നാമങ്ങൾ എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കട്ടെ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളെയും മധ്യവൻ ഞാനാണെന്നും അതിന്റെ വിശ്വം വിഷക്കാരോ ഭൂതം ഭവ്യം ഭവം അവിടെ തന്നെ പറയുന്നത് ഭഗവാൻ. ഭൂതവും ആദ്യം വർത്തമാനകാലവും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബുദ്ധി ഉണ്ടല്ലോ, നമ്മുടെ ഐക്യു ശക്തി ഉണ്ടല്ലോ, ഓർമ്മശക്തി കുറയില്ല, അൽഷിമേഴ്സ് അസുഖം വരില്ല, ഒന്നിനെയും ഭയപ്പെടില്ല. എന്ത് സാഹചര്യത്തിനെയും നമ്മളെ അതിൻ്റെ കഴിവുണ്ടാകുന്ന ഒരു ദിവ്യ വസ്ത്രവും ദിവ്യ ഔഷധം കൂടിയിട്ടാണ് ഭഗവത്ഗീതയും വിശ്വാസമാണ്. ഇത് രണ്ടും അറിഞ്ഞാൽ തന്നെ നിങ്ങളെ ബാക്കി ഒന്നും അറിയേണ്ട കഴിയുന്നത്. എല്ലാം അറിഞ്ഞതിന് തുല്യമാണ് ഭഗവത്ഗീതയും. പിന്നെ നാരായണീയം, കാരണം ഭാഗവതത്തിന്റെ സംസ്കൃതമെന്ന നാരായണീയം. പക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. അപ്പൊ അവരത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മനസ്സ് എത്ര ഉയർന്നിട്ടുണ്ട് ഇല്ലേ, സ്വാർത്ഥമായിട്ടുള്ള. ഇതിൽ എന്തെല്ലാം പറഞ്ഞത് നമുക്ക് ഭയ, ക്രോധം ഇതെല്ലാം ഇല്ലാതിരിക്കണം. ലോഭം, മതമാസര്യാദികൾ ഇതെല്ലാം വെടിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ആത്മപരിശോധന അവരവൻ നടത്തണം. അല്ലാണ്ട് ഞാനിപ്പോൾ ദിവസം 5 പ്രാവശ്യം വിഷ്ണുസഹസ്രനാമം ജപിക്കുന്നുണ്ട്, ഞാൻ ഡെയിലി നാരായണൻ ജപിക്കുന്നുണ്ട്, ഗീത ജപിക്കുന്നുണ്ട്, എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവൃത്തിയിൽ കാണിക്കണം. വാക്ശുദ്ധി ഉണ്ടാവണം. ആദ്യം ഒന്ന് സംസാരിക്കുമ്പോൾ ആരോട് പറയുകയാണെങ്കിലും, ഒരു കുട്ടികളോടാണെങ്കിലും ശരി, വലിയവരോടാണെങ്കിലും ശരി, വാക്ക് പറഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ വാക്ശുദ്ധിയാണ് ആദ്യമുള്ളത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് വാക്ശുദ്ധിയാണ്. അത് സരസ്വതിയുടെ വാക്ശുദ്ധി ഉണ്ടാവണം. അത് വാക്ശുദ്ധി കിട്ടിയാൽ നമ്മുടെ മനഃശുദ്ധി ഉണ്ടാവും. ആ വാക്ശുദ്ധി മനഃശുദ്ധി ഉള്ളവരുടെ കർമ്മങ്ങളെല്ലാം ശുദ്ധമായിരിക്കും. സംശയമാണ്, അതിൽ വെളുത്ത പ്രതലായിരിക്കും, അതിലൊരു കളറും ഉണ്ടാവില്ല. അത് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആത്മപരിശോധന നമ്മൾ ഓരോരുത്തരും നടത്തുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ കുംഭാഭിഷേകം കഴിഞ്ഞ് 1 വർഷമായിട്ട് ഇവിടെ നടക്കുന്ന ഞങ്ങൾ 4 പേരാണെങ്കിലും ജപിക്കും, 3 പേരാണെങ്കിലും ജപിക്കും. അത് നമ്മൾ സങ്കല്പിച്ചിട്ട് തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഒരാളാണെങ്കിലും ജപിക്കും. പക്ഷെ നമുക്കിത്ര കൂടുതൽ പേര് ജപിക്കുമ്പോൾ നിങ്ങൾക്കും നമുക്കും നമ്മുടെ സമൂഹത്തിനും ശാന്തിയും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും നമുക്കുണ്ടാവും. നമ്മൾ ഇത്ര നേരം ജപിച്ചുകൊണ്ട് മനസ്സിലല്ലേ വീട്ടിലിരുന്ന് എന്താ ചെയ്യാൻ, ടി വി കണ്ടുകൊണ്ടിരിക്കും അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും പരദോഷം പറഞ്ഞുകൊണ്ടിരിക്കും, ആരുടെയും കിട്ടുകയില്ല. മനസ്സെവിടെയെങ്കിലും ചഞ്ചലം ചെയ്തുകൊണ്ടിരിക്കും. ഒരു 3 മണിക്കൂർ നേരമെങ്കിലും മനസ്സിനെ പിടിച്ചിരുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ, ഇന്ന് പോകുമ്പോൾ കുറച്ചു നേരത്തേക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ആവർത്തനം ചെയ്യുമ്പോൾ മാനസിക പ്രവർത്തനം ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രവൃത്തിയിലും ഉണ്ടാവും. ജോലി ചെയ്യുമ്പോൾ നാരായണൻ വിളിക്കാൻ തോന്നും, കഷ്ടം വരയ്ക്കപ്പോൾ നാരായണൻ വിളിച്ചാൽ മതി. അറിയില്ലേ, ഇതെല്ലാം നല്ലോണം എന്തെങ്കിലും ചിത്രമായിട്ട് പ്രത്യേക സമയം കിട്ടുന്നതിന്റെ ആവശ്യമില്ല. സഹസ്രനാമങ്ങൾ എല്ലാം ഏത് സമയത്ത് വേണമെങ്കിൽ ചെയ്യാം, എവിടെ വേണമെങ്കിൽ ജപിക്കാം. ഇതിന് ഒരു അശുദ്ധി ഇല്ലാത്തൊരു മന്ത്രം ഉണ്ടെങ്കിൽ വിഷ്ണുസഹസ്രനാമം. മരിച്ചു കിടക്കുമ്പോൾ ചെയ്യേണ്ട മന്ത്രം എന്താണ്? ഇതാണ് മോക്ഷപ്രാപ്തിക്കുള്ള മന്ത്രമാണ്. നാരായണ ജപം തന്നെയാണ്. കലികാലത്തിൽ പ്രത്യേകിച്ചിട്ട് ഇത് ഇന്നില്ല. ഇതിന്റെ വ്യത്യാസമാണ് കുടുംബങ്ങളിൽ കാണുന്നത്. നമ്മൾ ഇത്രയെല്ലാം പറയുന്നുണ്ട്. ഓരോ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇല്ലേ? മക്കള് തമ്മിൽ യോജിപ്പില്ല, അച്ഛൻ അമ്മ മക്കള് തമ്മിൽ യോജിപ്പില്ല, ഭാര്യ ഭർത്താവ് യോജിപ്പില്ല, നൈബേഴ്സുകൾ നടക്കണോ,
മക്കള് തോന്നിയ പോലെ പെരുമാറുന്നു, മദ്യവും മയക്കമരുന്നൊക്കെ അടിയപ്പെട്ടുകൊണ്ട് പോകുന്നു. അച്ഛനമ്മമാർക്ക് കഷ്ടപ്പെട്ട് അവർക്ക് പറയുന്നതിന്റെ രീതിയിൽ വയസ്സുകാലത്ത് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകള് നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് എത്തിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിച്ചേരുകയാണ്. ഇതിലെല്ലാം കാരണം എന്താണ്? കാരണം നമ്മളെ അച്ഛനമ്മമാര് തന്നെയാണ്. നോക്കുമ്പോൾ നമ്മുടെ ഒരു പരിപാടി വിളിച്ച കുട്ടികളെ കിട്ടാറില്ല. നമ്മളെ ഭഗവത് വിധിക്ക് വേണ്ടി കുട്ടികളെ കൊണ്ടുപോയിട്ട് നടത്തണം പല ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഗുരുവായൂർ വെച്ച് 15 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുക. 15ാമത്തെ വർഷമാണ്. ഇക്കൊല്ലെങ്കിലും കുറെ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ചിന്മയ പ്രസ്ഥാനങ്ങളൊക്കെ കുറെ പ്രവർത്തിക്കുന്നെങ്കിലും എത്രത്തോളം അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം, ആത്മപരിശോധന ചെയ്യണം. അതിനാണ് ക്ഷേത്രങ്ങൾ. കാരണം ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. വലിയവൻ ചെറിയവൻ പാമരൻ പണ്ഡിതൻ ആരും ദരിദ്രൻ ഒന്നുമില്ല. നമ്മളെല്ലാം ഒന്നാ, ഒരേ ആത്മാക്ക. മനുഷ്യർക്ക് കിട്ടുന്നത് വളരെ വിശേഷം. അതിന് ഈ ഭഗവാനുള്ള ഭക്തി വരുന്നത് അതിലും വിശേഷം. ഇങ്ങനെ സത്സംഗത്തിൽ ചേരുന്നത് അതിലും വിശേഷം. അതുകൊണ്ട് തിരുവോണത്തിന് കഴിയുന്ന ആൾക്കാർ വരിക, പരിപാടിയിൽ പങ്കെടുക്കുക. കഴിയുന്ന സന്ദർഭങ്ങളിൽ എവിടെയാണെങ്കിലും നാമജപത്തിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഈ ജന്മം എത്ര കാലം അറിയില്ല. ഈ ശ്വാസം വിട്ട് പുറത്ത് പെടുന്നെങ്കിൽ അറിയില്ല. ഇന്നലെ കണ്ടതിന് കാണുന്നില്ല. നമ്മുടെ എപ്പോഴാണ് മരണം നമ്മളെ പിടികൂടാന്ന് അറിയില്ല. എത്ര ജന്മം ഉണ്ടെന്ന് അറിയില്ല. അപ്പോ ഈ ജന്മത്തിന്റെ ഒരു മോക്ഷം കിട്ടണമെങ്കിൽ ഭഗവാനോടുള്ള ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. ഒരു വലിയ അളകലങ്ങൾ പറ്റില്ല. എന്തെല്ലാം നമ്മളാണെന്ന് തോന്നുന്നുണ്ട്. മണിമാള കിട്ടുന്നുണ്ട്, പണം കൂട്ടുന്നുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നുണ്ട്. എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്? ഇതെല്ലാം നമ്മൾ വല്ല കൊണ്ടുവന്നിട്ടുണ്ടോ? പരോപകാരം ഇതേ ശരീരം. നമ്മുടെ സമൂഹത്തിന് സാഹചര്യത്തിന് കഷ്ടപ്പെടുന്ന